ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയ ഫുഡാണ് നട്ട്സ് ആൻഡ് സീഡ്സ്, ഡേറ്റ്സ് ആൻഡ് ഹണി. ഇത് നാലും കൂടി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം പരിചയപ്പെടുത്തി തരുന്നത്. കാരണം ഞാൻ വർഷങ്ങളായിട്ട്, അതായത് 2 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ്. മാത്രമല്ല രാവിലെയും രാത്രിയും എൻ്റെ മെയിൻ ഫുഡ് ഇത് 2 നേരം മാത്രമേ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് ഫലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അബോക്കൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ലൈവായിട്ട് കാണാം. ഇതിന് ഒരുപാട് ചിലവുകളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത് എടുക്കണമെങ്കിൽ ഒരു 1000 രൂപയുടെ ചിലവുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഒരാൾക്ക് ഒരു 20 ദിവസം വെച്ച് കഴിക്കാനുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ മുമ്പത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ ഒരു 20 ദിവസത്തിന് ഞാൻ 2000 രൂപേനെ മരുന്ന് കുടിച്ചിരുന്നു. അന്ന് നമുക്ക് വേദനയില്ല. പക്ഷേ ഇപ്പം നമുക്ക് തോന്നും 20 ദിവസത്തിന് 1000 രൂപയെന്ന് ചോദിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ മെഡിസിനാണ്. പിന്നെ മത്തൻ്റെ കുരു, അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ബത്തക്കൻ്റെ കുരുവിൻ്റെ ഉള്ളിലുള്ള സീഡ്. അപ്പോൾ ഇതൊക്കെ മരുന്നുകളാണ്. അപ്പോൾ ചൈനീസ് ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് മാത്രം ചൂടാക്കിയിട്ട് അവർ കുടിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും നല്ലൊരു സീഡാണ് നമ്മുടെ തേങ്ങ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞിട്ടാണ് നമ്മുടെ തേങ്ങയാണത്. അതുപോലെ തന്നെ വാൾനട്ട്, പിന്നെ കാഷ്നട്ട്, അണ്ടിപ്പരിപ്പ്, കടല, ബദാം, ഇത്രയും, പിന്നെ നല്ല മുന്തിരി, താമരയുടെ വിത്ത്, നമ്മൾ എല്ലിൻ്റെ ബലം കൂട്ടാനൊക്കെ. മുന്തിരി ഞാൻ കറുത്താണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നല്ലത്, കുറച്ചുകൂടി. അതും പിന്നെ ഇതിലിത് സീഡുള്ളത്, അതായത് കുരുള്ളത്. കുരുള്ളതിന് പ്രത്യേകത ഉണ്ട്. കുരുല്ലാത്തതും കിട്ടും, കുരുള്ളതാണ് നല്ലത്. പിന്നെ കുരുടുക്കനെ കഴിക്കാം. അത് വറുക്കാത്താണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അത്തി, പിന്നെ തേനാണ്. 1 കിലോ ഇതിലേക്ക് നമുക്കൊരു 200 ഗ്രാം 250 ഗ്രാം തേൻ മതി. ഇതൊക്കെ 1 കിലോയിലേക്ക് ഇതൊക്കെ റെഡി ആയത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് തേനിൽ ഇങ്ങോട്ട് കുളിപ്പിച്ചിക്കണം. അത് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യുള്ളൂ. ഏത് സാധനം അതിൻ്റെ ഓരോന്നിനും ഒരു അളവുണ്ട്. അപ്പോൾ ഇത് ഒക്കെ സെറ്റാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ പരിപാടിയിലേക്ക് എടുക്കാം. ഒന്നുമില്ല, ഇത് മിക്സ് ചെയ്യാന്നുള്ളതോളൂ. എല്ലാം 100 ഗ്രാം. ബദാം, കടല, പിന്നെ കാഷ്നട്ട്, അതുപോലെ ഇതാണ് വാൾനട്ട്. വളരെ നല്ലൊരു പിന്നെ നട്ട്സാണ് വാൾനട്ട്. തേങ്ങ നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഈത്തപ്പഴം 300 ഗ്രാം ഉണ്ട്. ഇവിടെ അതിലേക്ക് തിഴയുള്ളൂ. കുരു കളഞ്ഞ ഈത്തപ്പഴം. പിന്നെ ഇത് അത്തിപ്പഴം, ഇത് 100 ഗ്രാം മതി. ഇത് 100 ഗ്രാം. ഇതാണ് താമരയുടെ വിത്ത്, ഇത് 50 ഗ്രാം മതി. ഇതെല്ലാം ഒരു കടയിൽ കിട്ടും. ഇതാണ് മത്തൻ്റെ കുരു. ഇത് വിദേശിയാണ്, നമ്മുടെ നാടല്ല. ഇത് അറബികളൊക്കെ സ്ഥിരമായിട്ട് വറുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇത് വാട്ടർ മെലൺ, അതായത് പിന്നെ നമ്മുടെ ബത്തക്കൻ്റെ നമ്മൾ ഇത് സൂര്യകാന്തിയുടെ പരിപ്പ്. ഇത് ചണവിത്ത്, ഫ്ലാക്സ് സീഡ്. ഇത് പിന്നെ ഇത് നമ്മുടെ എള്ള്, വൈറ്റ് എള്ള്. ഇനി നമുക്ക് ഇത് ആദ്യം മിക്സ് ചെയ്യണം. ഇത് ശരിക്കും മിക്സ് ചെയ്യാം. തേൻ വയ്ക്കുന്ന മുമ്പായിട്ട് തന്നെ നമ്മൾ ശരിക്കും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് മാറ്റാം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ തേങ്ങ ഇട്ടത് കൂടുതൽ കാലിരിക്കില്ല. അപ്പോൾ തേങ്ങ നമുക്ക് ഇത് 2 ട്രിപ്പായിട്ടുണ്ട് നമ്മൾ ഇതാക്കി വെക്കാം. കാരണം തേങ്ങ പെട്ടെന്ന് തന്നെ ആവശ്യത്തിന് ഇട്ടാൽ മതി. തേങ്ങ കാറിൽ വരും. ഫ്രിഡ്ജിലൊക്കെ എന്നാലും തേങ്ങ കുറേ ദിവസം കഴിയുമ്പോഴേ ഒരു ചെറിയൊരു ടേസ്റ്റ് വരും. കുഴപ്പമില്ല, പക്ഷേ ചരിക്കിടുമ്പോൾ വേഗം കേട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. ഇതൊരു ഒരു ഒരു അരമുറി തേങ്ങ ഇത്രേ ഉള്ളത്. സംഭവം സിമ്പിളാണ്. അതായത് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഈസിയാണ്.
അത് നമുക്ക് ആവശ്യത്തിന് പിന്നെ കുറക്കണ്ട, വേണ്ടാത്ത നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാം. ഞാൻ നമ്മളെ റഫീഖ് മാഷ് തേനാണ്. റഫീഖ് മാഷ് അസിലിട്ട് തേനാണ്. അല്ല, ഞാനിപ്പോൾ വാങ്ങിച്ച തേനിൻ്റെ ഇതിൽ കുറച്ചൊരു ക്വാളിറ്റി നമുക്ക് തോന്നുന്നതാണ്. അവൻ്റെ കടൻ്റെ പേര് നസിയാണ്. വിപണിയിലുണ്ട്. വിപണിയിലുള്ളത് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് അത് തേനിൽ ഇങ്ങോട്ട് കുതിർത്ത് വെച്ചു. നമുക്ക് കൂടുതൽ മധുരം നമുക്ക് ചെല്ലും. എല്ലാം കിട്ടണേ. എല്ലാം കിട്ടണം. എല്ലാം കൂടി കോരിക്കോളൂ. ഈത്തപ്പഴം എല്ലാം കോരി, തേങ്ങ വരണം. രണ്ട് കോരിക്കോളൂ, 2 കോരിക്കോളൂ. അത് ശരി, ഇത് പോരണ്ടല്ലോ, ഇത് കൈകൊണ്ട് പോരി. വലിയ ഇത് അതിനെക്കാട്ടി ചെറിയ ട്രെയിനിങ് കിട്ടാൻ പറ്റില്ലേ? സീഡ്സ് ഉണ്ടോ? പൂച്ച വിട്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സൈനുലാബിദിൻ്റെ സ്പെഷ്യൽ കൂട്ട് ഇനിയും കഴിക്കട്ടാ, സാധനം ഉണ്ട്, ഇനിയും കഴിക്കാം.